ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമ ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ടുണ്ട്. അത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ സംഘടന ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, സിനിമ ആർട്ടിസ്റ്റുകളെയെല്ലാം ഒരു കോർഡിനേറ്റർ മുഖേന സിനിമാ നിർമ്മാണ മേഖലയിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ്. കാരണം അതിനുള്ള വിഷയമൊന്നും ഇപ്പം തന്നെ 2025 2-ാം തീയതി 3-ാം തീയതിക്ക് നമ്മുടെ ഫിലിം കോൺക്ലേവ് വിളിച്ചു കൂട്ടിയിരുന്നു. അതിൽ അതിൻ്റെ ഒരു കരട് നയം തന്നെ ഗവൺമെൻറ്റിലേക്ക് അസംബ്ലിയിൽ സമർപ്പിക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോ സിനിമ ആർട്ടിസ്റ്റിനും അല്ലെങ്കിൽ സിനിമ വർക്കേഴ്സിനും വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കരട് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങളും ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പോഷ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് സെക്സ്വൽ ഹരാസ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കണമെന്നാണ് കോൺഗ്രസ് അസംബ്ലിയിലേക്ക് അവതരിപ്പിക്കാൻ ഘടകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങളും അത് പൂർണ്ണമായി അത് അംഗീകരിക്കുന്ന ഒരു സംഘടനയാണ്. അതായത് അതുകൊണ്ട് തന്നെ അത് ഈ ഒരു കോർഡിനേറ്ററാണ് ഒരു സംഘടന മുഖാന്തരം ഈ ആർട്ടിസ്റ്റുകളെയും മറ്റ് വർക്കേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണമായും അവർക്ക് തുല്യവേതനവും ഈ പറഞ്ഞ പോഷനിൽ നിന്നുള്ള രക്ഷപ്പെടലും തുടങ്ങിയ മറ്റെല്ലാ കാര്യങ്ങളും വളരെ നിയമപരമായും സൗഹൃദമായും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിയും. രണ്ടാമത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷെയർ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ 1600 രൂപയാണ് സാധാരണ ഇതുവരെ കലാകാരന്മാർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ മിനിസ്റ്റർമാരൊക്കെ സംസാരിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ 2000 രൂപയ്ക്ക് ഒരു അലോട്ട്മെൻറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പുതിയ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, 1000 ആയിട്ടുണ്ട്. പക്ഷേ നമുക്കതല്ല ലക്ഷ്യം. ഇന്നത്തെ ജീവിത ശൈലിയും വിലക്കയറ്റവും മറ്റെല്ലാ കാര്യങ്ങളും ആലോചിച്ചാൽ 2000 രൂപ എന്ന് സാറിന് ഒരു പെൻഷൻ കിട്ടിയ ഒരു കലാകാര സംഘടന വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ കലാകാരന്മാർ വെറും സിനിമാ അഭിനയം മാത്രമല്ല അവരുടെ ജീവിതം അവർ പലരും കൂലിപ്പണിക്കും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാത്തരം ജോലികൾ ചെയ്താണ് യഥാർത്ഥത്തിൽ അവർ ജീവിതം പറ്റി പോകുന്നത്. എന്നും സിനിമയില്ല, എന്നും അങ്ങനെ ആർട്ടിസ്റ്റ് വർക്കുകൾ പലതും ഇല്ല. അങ്ങനെ അവർക്ക് ജീവിക്കണമെങ്കിൽ ഒരു മാസം മിനിമം ഒരു 5000 രൂപ കിട്ടുന്നതിനുള്ള ഒരു പ്രപ്പോസൽ ഞങ്ങൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിക്കുമെന്നാണ് ഞങ്ങളോട് അവർ അംഗീകരിക്കാൻ തയ്യാറാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുവേണ്ടി ഞങ്ങൾ വളരെയധികം പ്രവർത്തിക്കും. അതിനുവേണ്ടി ഞങ്ങൾ സമരങ്ങൾ മറ്റുള്ള പ്രക്ഷോഭങ്ങളും നടത്താൻ തന്നെ ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മുടെ ട്രഷറുണ്ട്. ട്രഷർ ആൾ കേരള സിനിമ ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാനത്തിൻ്റെ ട്രഷററായി ഈയുള്ളവൻ നിയമിതനായി. അതിനുശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി പറയുവാനാണെങ്കിൽ സിനിമ സീരിയൽ മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷമതകൾ തുറന്നു പറയേണ്ട സാഹചര്യം തന്നെയാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ നൽകുന്ന വേതനമല്ല അഭിനയിക്കുന്ന ആൾക്കാരുടെ കൈകളിൽ എത്തുന്നത്. അത് നേരിട്ടറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ അഭിനേതാവാണ്, സിനിമ സീരിയൽ അഭിനേതാവും കൂടിയാണ്. അതുകൊണ്ട് നേരിട്ടറിയാവുന്ന കാര്യമാണ്. പല ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പാസിങ് പോകുന്ന ആർട്ടിസ്റ്റുകൾ, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ക്രൗഡിന് പോകുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ 500-600 ഇന്നും വേതനം കിട്ടുന്നത്. പക്ഷേ കോർഡിനേറ്റർമാരും അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന സഹ കോർഡിനേറ്റർമാരും ഒക്കെ മേടിക്കുന്നത് 1000-1200 രൂപയാണ്. ആ നിലവിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റപ്പെടണം. മാറി വരുന്ന ഈ ജീവിത സാഹചര്യത്തിൽ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർക്ക് സ്ഥാനമില്ല എന്ന് തന്നെയാണ് ആൾ കേരള സിനിമ ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനം. അത് നടപ്പിലാക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകുവാൻ ഞങ്ങൾ തയ്യാറുമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള ഞങ്ങളുടെ ഒരു തീരുമാനം, ഇപ്പോൾ നിലവിലുള്ള അംഗങ്ങൾക്കും ഇനി വന്നു ചേരുന്ന അംഗങ്ങൾക്കും ESI ആശുപത്രി സേവനങ്ങൾ സൗജന്യമായി ലഭിക്കുന്നതിനുള്ള നടപടികൾ നടത്തുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആൾ കേരള ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ അംഗങ്ങൾക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, സ്ത്രീ ശാക്തീകരണ പരിപാടികൾ, KFCDH അതുപോലെ NFDC എന്നിവയുടെ സഹായത്തിൽ വിവിധ തരം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടുന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക തന്നെ ചെയ്യും. അതിനൊരു തീരുമാനത്തിൽ എത്തിക്കണമെന്ന് തന്നെയാണ് ഈയുള്ളവൻ്റെയും അഭിപ്രായം. ഞങ്ങൾ അവതരിപ്പിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിനി ഈ അടുത്ത വർഷങ്ങളിലേക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും സഹകരണവും അതോടൊപ്പം തന്നെ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുക മാത്രം ചെയ്തുകൊണ്ട് നിർത്തുന്നു. 1990 ഞങ്ങൾ ഇവിടെ തുടങ്ങി വെച്ച ആ സംരംഭം
ഇന്ന് 2026 കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മാനസികമായി നമ്മുടെ ഒരു ഉന്മേഷത്തിലല്ല. കാരണം ഇന്ന് നമ്മുടെ ഈ സിനിമാ സംഘടന ആൾ കേരള വർക്കേഴ്സ് അസോസിയേഷൻ്റെ സിനിമാ ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംഘടന നല്ല ബൃഹത്തായ സംരംഭങ്ങൾ കാഴ്ചവെച്ചിട്ടും നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു സഹായവും ഗവൺമെൻറ്റിൽ നിന്നും ഇന്നുവരെയും കിട്ടിയിട്ടില്ല. പല പ്രാവശ്യം നമ്മൾ പ്രതിനിധികളെന്ന നിലയിൽ ഭരിക്കുന്ന ഭരണകർത്താക്കളോട് പോയി സംസാരിച്ചിട്ടുണ്ട്, മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. പക്ഷേ 1000 രൂപയിൽ കിടന്നത് ഇപ്പോൾ 1600 നിൽക്കുന്നു. നമ്മുടെ പ്രവർത്തകർക്ക് ഈ 1600 2000 കൊണ്ട് പോരാ. കാരണം ഇന്ന് നിർദ്ധരായ കലാകാരന്മാർ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ അവർക്ക് മിനിമം ഒരു 5000 രൂപയെങ്കിലും കൊടുക്കണമെന്ന് സംഘടന പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സജി ചെറിയൻ സാറിനെ പോയി കണ്ടിരുന്നു. അദ്ദേഹം വാഗ്ദാനം തന്നിട്ടുണ്ട്. അതെപ്പം നിറവേറ്റുമെന്നുള്ള അറിയാൻ പറ്റില്ല. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോടും ഇതിൻ്റെ സംഘാടകരോടും പറയുകയാണ്, നിങ്ങളുടെയും കൂടിയുള്ള സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കലാകാരന്മാർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ജീവിത ചിലവുകൾ ഇതൊക്കെ നടത്തണമെങ്കിൽ നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ റിട്ടയർമെൻറ്റാണ്. എവിടെ റിട്ടയർമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയി അവർ കാലശേഷം മരണപ്പെട്ടു പോവുകയാണ്. ആ മരണാനന്തര ചടങ്ങിന് പോലും ഈ സംഘടനയുടെ പേരിൽ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ 1990 തുടങ്ങി എല്ലാവരും നല്ല ലെവലിൽ കൊണ്ടുപോയതാണ്. പക്ഷേ അതിന് ശേഷം ഇത് പല മഴയത്ത് ഒരുക്കുന്ന കൂണുകളെ പോലെ പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാക്കി അതിനെ നശിപ്പിച്ചു. എന്നിരുന്നാലും ഈ സംഘടന ഭാർഗവി നിലയം പോലെ ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഞങ്ങളുടെ സംഘടനയ്ക്ക് തന്ന് ഇതിനെ ഒന്ന് പരിപോഷിപ്പിക്കണമെന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് ഞാൻ വലിയറ വിജയകുമാർ, ജോയിൻറ്റ് സെക്രട്ടറി, നിർത്തുന്നു. സന്തോഷം. താങ്ക് യു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.